ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് എക്സ് ആക്സിസിൽ കൂടെ, അതായത് എക്സ് ആക്സിസിൽ കൂടെ കറക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം എത്രയാണ്, അതും നമ്മൾ ഡിസ്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ y=x³. ഇതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. വിത്ത് ദിസ് ഇൻ്റർവെൽ 0 to 10 ആണ്. ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് എക്സ് ആക്സിസ്, അതായത് എക്സ് ആക്സിസിൽ കൂടെ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒരു 3D ഷേപ്പ് ജനറേറ്റ് ചെയ്യും. സോ ഇതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. സോ ഒരു ഫോർമുല, ഡിസ്ക് മെത്തേഡിൻ്റെ ഫോർമുലയാണ് v=π times the indefinite integral from a to b of r of square of x dx. നമുക്ക് വേണമെങ്കിൽ y വാല്യൂൻ്റെയും ചെയ്യാം. y വാല്യൂ ആണെങ്കിൽ ഇതങ്ങനെ ചെയ്യാം. pi of c in definite integral of c to d of r of square of y dy. പക്ഷേ ഇത് എക്സ് വാല്യൂസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞത്, ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻ ടേംസ് ഓഫ് എക്സ്. സോ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ റേഡിയസ്, ഇവിടെ ഒരു സർക്കിൾ നമുക്ക് ജനറേറ്റ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സർക്കിൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ലൈൻ ആയിരിക്കില്ലേ, ഇങ്ങനൊരു ലൈൻ ആയിരിക്കും. സോ ആ റേഡിയസ് ഈക്വൽ ടു വൈ വാല്യൂ. സോ നമുക്ക് മനസ്സിലാവും ആർ ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈൻ്റെ ടേംസ് ആയ എക്സ് ആയിരിക്കും, x³. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സ്ക്വയർ ചെയ്യണം. കാരണം ഇവിടെ സ്ക്വയർ തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ഭാഗം സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും ആർ ഓഫ് സ്ക്വയർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x⁻⁶ പവർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സിയും ഡിയും, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാനില്ല. നമുക്കറിയാം എയും ബിയും ഏതൊക്കെയാണ്. എ എന്ന് പറയുന്നത് 0, 10, ബി എന്ന് പറയുന്നത് 10 ആണ്. നമുക്കിനി ഇതിൽ പ്ലഗ് ചെയ്യാം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ദി പൈ വി ഈസ് ഈക്വൽ ടു പൈ ടൈംസ് ദ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഫ്രം 0 to 10 ടൈംസ് ആർ ഓഫ് എക്സ്. ആർ ഓഫ് സ്ക്വയർ ഓഫ് എക്സ് എന്ന് പറയുന്നത് x³ ആണ്. സിക്സ്ത് പവർ dx. നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. ദ ഇൻറ്റഗ്രൽ ഓഫ് x to the n dx is equal to xn plus 1 divided by n plus 1 plus c. ഇതാണ് പവർ റൂൾ. നമുക്കിതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും v is equal to pi times the definite integral from a to b of x⁶ power dx is going to be equal to x⁻⁷ power divided by 7. Evaluate from 0 to 10. അല്ല, 10 to 0, കാരണം 10 എന്നാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതാം 10 to 7th power divided by 7 minus 0 to the 7th power divided by 7. ഇത് ക്യാൻസൽ ആവും, കാരണം ഇത് 0 ആവും. ബാക്കി നമുക്ക് കിട്ടുന്നത് 10⁻⁷ power divided by 7 ടൈംസ് ഈ പൈ. പൈ. നമുക്ക് എല്ലാം കിട്ടി. ഇനി 10⁻⁷ പവർ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റർ നോക്കി നോക്കാം. സോ നമുക്ക് കാൽക്കുലേറ്റർ കിട്ടുന്ന സമയത്ത് ഇത് എങ്ങനെ വായിക്കുന്നത് എനിക്കറിയില്ല. ഇത് 7 0 ഉണ്ട്. സോ 0 0 0 0 5 6 7 ഡിവൈഡ് ബൈ 7 ടൈംസ് പൈ. നമുക്ക് പൈ ഇവിടെ എഴുതാം. സോ ഇതാണ് ഇതിൻ്റെ ഏരിയ. നമുക്ക് ഡിസിമൽ യൂണിറ്റ് വേണമെങ്കിൽ നമുക്കിത് അടിച്ചു കൊടുക്കാം. ഡിവൈഡ് ബൈ 7 എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഇതൊരു എന്താ പറയുക, ഇതൊരു ഡിസിമൽ വാല്യൂ നോക്കുമ്പോൾ അതൊരു ഇറാഷണലാണ്. നമുക്ക് എന്നാലും നോക്കാം. 1.4285 0.4287. സോ ഇത് ഞാൻ കാൽക്കുലേറ്റർ നോക്കി എഴുതണം. സോ ഇതാണ് ആൻസർ. ഇതാണ് ഇതിൻ്റെ ഡെസിമൽ വാല്യൂ. സോ ഇതാണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. സോ ഇത് കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വോളിയം ജനറേറ്റ് ചെയ്യും. സോ അതിൻ്റെ ആൻസറാണിതാ. 14 എത്രയത് വായിക്കുക. സോ അത്രയേ ഉള്ളൂ. 1,42,857.42 857. സോ ഗൈസ്, ബൈ ബൈ. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.